ഹായ് ഓൾ. വൈകുന്നേരം വെറുതെ മുറ്റത്തൊക്കെ ഇങ്ങനെ നടക്കാൻ എനിക്കിഷ്ടമാണ്. അപ്പുറത്ത് അമ്മൂമ്മ കൊണ്ടുവന്ന മാമ്പഴം കഴിച്ചിങ്ങനെ നടക്കുമ്പോൾ ചെറുതായിട്ട് മഴ ചാറാൻ തുടങ്ങി. പിന്നെ അത് പെട്ടെന്നൊരു വലിയ മഴയായി. എനിക്ക് മഴയത്ത് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതാണ് എൻ്റെ ഈ സന്തോഷം. മഴയോടൊപ്പം നല്ല കാറ്റും ഉണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ മഴയെ ആസ്വദിച്ച് സിറ്റൗട്ടിലങ്ങ് ഇരിപ്പായി. ഇവിടെ മഴ കാണാൻ ഏറ്റവും ഇഷ്ടം എവിടെയാണെന്നറിയുമോ? ഈ വൈറ്റ് ബൊഗെയിൻവില്ല ചെടിയിൽ മഴ പെയ്യുന്ന കാണാനാണ്. നല്ല വൈറ്റ് ഫ്ലവേഴ്സും ഗ്രീൻ ലീവ്സും എന്ത് രസമായി ഈ ചെടി കാണാനല്ലേ. അതിലേക്ക് മഴ പെയ്യുമ്പോഴോ അതിൻ്റെ ഭംഗി ഇരട്ടിയാവും. അങ്ങനെ മഴയൊക്കെ ആസ്വദിച്ചതിന് ശേഷം ഒരു കവറും എടുത്ത് ഞങ്ങൾ മാമ്പഴം പറക്കാൻ പോയി. പോകുന്ന വഴിക്ക് ടെറസിൽ നിന്ന് വെള്ളം വീഴുന്നത് കണ്ടപ്പോൾ ഞാനതിൽ കുറച്ച് നേരം കളിച്ചു. ഈ മതിലിനോട് ചേർന്നാണ് അപ്പുറത്തമ്മൂമ്മയുടെ മാവ്. ഡെയിലി 1-2 മാമ്പഴമൊക്കെ നമുക്കും കിട്ടും. മാമ്പഴം കിട്ടാത്ത ദിവസങ്ങൾ അപ്പുറത്തമ്മൂമ്മ കൊണ്ടുതരുകയും ചെയ്യും. ഇന്ന് നല്ല കാറ്റും ഉണ്ടായിരുന്നില്ലേ മഴയോടൊപ്പം. അതുകൊണ്ട് ഇങ്ങോട്ട് കുറച്ചധികം മാമ്പഴം വീണിട്ടുണ്ട്. ഒരു കവറും എടുത്ത് ഞാൻ ഒരു സൈഡിൽ നിന്ന് മാമ്പഴം പറക്കാൻ തുടങ്ങി. ഇത് നല്ല നാട്ടുമാവാണ് കേട്ടോ. മാമ്പഴത്തിന് നല്ല ടേസ്റ്റാ. എനിക്കും വേദുവിനും മാമ്പഴം ഒരുപാട് ഇഷ്ടമാണ്. അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, ഞാൻ കഴിഞ്ഞ വർഷം വരെ മാമ്പഴം കഴിക്കില്ലായിരുന്നു. അതിനിടെ എനിക്കൊരു അപ്പൂപ്പൻ താടിയും കിട്ടി. അപ്പോൾ എന്താ പറഞ്ഞു വന്നത്? ഞാൻ മാമ്പഴം കഴിക്കാത്ത കഥ. കഴിഞ്ഞ വർഷമാണ് ആദ്യമായിട്ട് ഞാൻ മാമ്പഴം കഴിക്കാൻ തുടങ്ങിയത്. അതുവരെ എനിക്ക് പച്ചമാങ്ങയായിരുന്നു ഇഷ്ടം. എങ്കിൽ ഇപ്പോഴോ മാമ്പഴം എപ്പോൾ കിട്ടിയാലും ഞാൻ കഴിക്കും. ഇന്നത്തെ കാറ്റിൽ കുറേ അധികം തന്നെ മാമ്പഴം കിട്ടിയിട്ടുണ്ട്. കൊണ്ടുവന്ന കവറ് കറക്റ്റായിരുന്നു. അതിൽ നിറയെ മാമ്പഴം കിട്ടി. ഇനി ഇത് കൊണ്ടുവന്ന് നമുക്കൊന്ന് തട്ടിയിടാം. ഇതിൽ നിന്ന് നല്ല മാമ്പഴം നോക്കിയേ നമ്മൾ കഴിക്കത്തുള്ളൂ. കേടുള്ളതോ എന്തെങ്കിലും കടിച്ചതോ ഒക്കെ നമ്മൾ കളയും. അതിൽ നിന്ന് നല്ലൊരെണ്ണം ഞാൻ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ നോക്ക്, നല്ല കളറില്ലേ? അതുപോലെ തന്നെ നല്ല ടേസ്റ്റും. അങ്ങനെ മാമ്പഴം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജനലിലൊരു പൂച്ചക്കുട്ടൻ നമ്മളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. വേദൂസി